ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള പോഹയാണ്. നമുക്കിതിന് വേണമെങ്കിൽ അവൽ ഉപ്മാവ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുക. നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ പോഹ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സാധാരണ ബ്രൗൺ കളറുള്ള അവിലില്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ സാധാരണ പോഹ ഉണ്ടാക്കുന്നത് ഈ വെള്ള അവൽ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തിട്ടുള്ളത്. ഇനി ഈ അവലിലേക്ക് നമുക്കൊരു 3 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉടനെ തന്നെ നമുക്കതൊരു അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഉടനെ തന്നെ അരിപ്പയിലേക്ക് മാറ്റണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൽ കുറേ നേരം കുതിർന്ന് കിടന്ന് അവൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ അരിപ്പയിലേക്ക് മാറ്റി ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അത് അവൽ ഇതുപോലെ ഓരോന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിലായി കിട്ടും. ഇനി നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടലയാണ്, വറുക്കാത്ത നിലക്കടലയില്ലേ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഇതുപോലെ ചെറിയൊരു കളറൊക്കെ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 2 മിനിറ്റ് ഒക്കെ എടുത്ത് സവോള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നന്നായിട്ട് ഇളക്കി മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഈ അവലിൻ്റെ മേലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നിലക്കടല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അവൽ പൊട്ടിപ്പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എല്ലാം കൂടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. സാധാരണ പോഹയിൽ മല്ലിയില ചേർക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കയ്യിൽ ഇതുപോലെ കുറച്ച് മാത്രം വെള്ളം എടുത്തതിന് ശേഷം അതൊന്ന് കുടഞ്ഞു കൊടുക്കാം. വളരെ കുറച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, വെള്ളം കൂടി പോകരുത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 1.5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 1.5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ പോഹ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം അടച്ചു വെക്കുമ്പോൾ തന്നെ നമ്മുടെ പോഹ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇത് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പക്ഷേ ഉരുളക്കിഴങ്ങ് ഇടാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.